ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ടണലിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. അപ്പോൾ ടണലിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ടണലിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. ടണലിന്റെ ബേസിക്സ് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നോക്കിയതായിരുന്നു. സോ അപ്പം നമുക്കിതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ അലൈൻമെന്റ്. ടണലിന്റെ അലൈൻമെന്റ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് വൺ, ബേസ്ഡ് ഓൺ അലൈൻമെന്റ് ടണൽസ് ആർ ക്ലാസിഫൈഡ് ആസ് ഫസ്റ്റ് എന്താണ്? ഓബ്സ്വേർഡ് ടണൽ. ഓബ്സ്വേർഡ് ടണൽ എന്താണ്? ഷോർട്ട് ലെങ്ത് ടണൽ ടു നെഗോഷിയേറ്റ് മൈനർ ഒബ്സ്റ്റക്കിൾസ്. നമുക്കിപ്പോൾ ഒരു റെയിൽവേ ലൈൻ വരികയാണ്. അപ്പം മുമ്പിൽ ചെറിയൊരു ഒബ്സ്റ്റക്കിൾ, ചെറിയൊരു ഹില്ല്, ചെറിയൊരു കുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചു, ചെറിയൊരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്. നമുക്കത് ഓവർകം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വളരെ ലെങ്ത് കുറഞ്ഞ ചെറിയ ടണൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓബ്സ്വേർഡ് ടണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? സാഡിൽ അല്ലെങ്കിൽ ബേസ് ടണൽ. ടണൽ വിച്ച് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ വാലീസ് അലോങ് നാച്ചുറൽ സ്ലോപ്പ്. നമ്മുടെ താഴ്വാരങ്ങളിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ടണൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സാഡിൽ അല്ലെങ്കിൽ ബേസ് ടണൽ. ഇതുപോലുള്ള ഏരിയാസ് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു ഡൗൺവേർഡ് ഗ്രേഡിയൻറ്റും കാണും, ഒരു അപ്വേർഡ് ഗ്രേഡിയൻറ്റും കാണും. ഇതുപോലുള്ള വാലി പോലുള്ള ഏരിയസിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ടണലിനെ വിളിക്കുന്ന പേരാണ് സാഡിൽ അല്ലെങ്കിൽ ബേസ് ടണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്ലോപ്ഡ് ടണൽ. Constructed in steep hills for economic and safe operation of road and railway. ഇപ്പം നമ്മുടെ ഹില്ല് ഭയങ്കര സ്റ്റീപ്പ്, ഭയങ്കര കുത്തനെയുള്ള ഒരു വലിയൊരു മൗണ്ടൻ പോലത്തെ ഒരു സംഭവമൊക്കെ ആണ് എങ്കിൽ എന്തായിരിക്കും അവിടെ നമുക്ക് റെയിൽവേ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു മൗണ്ടനെ ചുറ്റി നമുക്ക് റെയിൽവേ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് ലെങ്ത് വേണ്ടി വരും. അപ്പോൾ ഭയങ്കര എക്കണോമിക്കലായിരിക്കില്ല ഒരിക്കലും. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ സ്റ്റീപ്പ് ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ടണലാണ് സ്ലോപ്പ് ടണൽ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് സ്പൈറൽ ടണൽ ആണ്. They are constructed in narrow valleys in the form of loop in interior of mountains so as to increase the length of tunnel to avoid steep slope. അപ്പം നമുക്കിപ്പോൾ ഇതുപോലൊരു മൗണ്ടൻ ഉണ്ട്. അതിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്നും ഇവിടെ നമുക്കൊരു റെയിൽവേ ലൈൻ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമുക്ക് എത്തേണ്ട പോയിന്റ് ദാ ഇവിടെയാണെന്ന് ഇരിക്കട്ടെ. കുറച്ച് എലിവേറ്റഡ് പോയിന്റിലേക്ക് നമുക്ക് എത്തണം. ഒരു ലോവർ എലിവേഷനുള്ള ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ റെയിൽവേ ലൈൻ നമുക്ക് ഈ ഒരു ഹയർ എലിവേഷനിലേക്ക് എത്തിക്കണം. ഒരിക്കലും നമുക്ക് ഇങ്ങനെ റെയിൽവേ ലൈൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്തായിരിക്കും, അത് ഭയങ്കര സ്റ്റീപ്പായി പോകും. ഇപ്പോൾ റെയിൽവേ ലൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ട്രെയിൻ ഒരിക്കലും അത് വലിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഗ്രേറ്റ് കോമ്പൻസേഷൻ പഠിച്ചിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു, ഇത്രയും സ്റ്റീപ്പായിട്ട് നമുക്ക് ഒരിക്കലും സ്ലോപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് പറ്റുന്ന മാക്സിമം സ്ലോപ്പ് റൂളിംഗ് ഗ്രേഡിന് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടണൽ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ സ്റ്റീപ്പായി കൊടുക്കുന്നതിന് പകരം ഈ ഒരു മൗണ്ടൻ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ചുറ്റി പോകുന്ന രീതിയിൽ കൊടുക്കും. സ്പൈറലായിട്ട് നമ്മൾ സ്പൈറൽ പോലെ ഇങ്ങനെ ഇതിനുള്ളിൽ കൂടെ, ഈ മൗണ്ടനുള്ളിൽ കൂടെ നമ്മൾ ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പൈറൽ ടണൽ. അപ്പോൾ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ലെസ് സ്റ്റീപ്പ്, നമ്മൾ ആ ടണലിൻ്റെ സ്റ്റീപ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്പൈറൽ ടണൽ അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ റെയിൽവേ ലൈൻ പോകേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ടണൽ എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റീപ്പായിട്ട് വരുന്ന കേസിൽ ആ സ്റ്റീപ്നെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് സ്മൂത്ത് സ്ലോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് സ്പൈറൽ ടണൽസ്. അപ്പോൾ ഇത്രയാണ് ബേസ് ഓഫ് അലൈൻമെന്റ് വരുന്നത്. ഫസ്റ്റ് ഓബ്സ്വേർഡ് ടണൽ, സാഡിൽ ടണൽ, സ്ലോപ്പ് ടണൽ ആൻഡ് സ്പൈറൽ ടണൽസ്. നെക്സ്റ്റ് ബേസ് ഓൺ പർപ്പസ് ആണ്. ടണലിന്റെ പർപ്പസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൺവെയൻസ് ടണൽ ആവാം അല്ലെങ്കിൽ ട്രാഫിക് ടണൽ ആവാം. അപ്പോൾ കൺവെയൻസ് ടണൽ നമ്മുടെ പേരിൽ തന്നെയുണ്ട്, ഫോർ ദ കൺവെയൻസ് ഓഫ് ഗുഡ്സ്. അതിപ്പോൾ വാട്ടർ ആകാം, ഓയിൽ ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ സീവേജ് ആവാം. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ടണലാണെങ്കിൽ കൺവെയൻസ് ടണൽ നമുക്ക് വിളിക്കാം. അതേസമയം ട്രാഫിക് ടണൽ എന്തായിരിക്കും? ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൈവേ അല്ലെങ്കിൽ റെയിൽവേ, അതേപോലെ പെഡസ്ട്രിയൻ മൂവ്മെന്റ് അതിനൊക്കെ വേണ്ടി കൊടുക്കുന്ന സബ്വേ, അതൊക്കെയാണ് ട്രാഫിക് ടണലിൽ വരുന്നത്. ഇപ്പോൾ കൺവെയൻസ് ടണൽ മീൻസ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്ടർ ആവാം, ഓയിൽ ആവാം, ഗ്യാസ് ആവാം, സീവേജ് ആവാം, അതുപോലെ എന്തെങ്കിലും ഗുഡ്സിന്റെ കൺവെയൻസിന് വേണ്ടി കൊടുക്കുന്നതാണ് കൺവെയൻസ് ടണൽ. ട്രാഫിക് ടണൽ മീൻസ് ഹൈവേ, റെയിൽവേ, സബ്വേയുടെ ഒക്കെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നതായിരിക്കും ട്രാഫിക് ടണൽ. അപ്പോൾ അതാണ് ബേസ്ഡ് ഓൺ പർപ്പസ് വരുന്നത്. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ മെറ്റ് വിത്ത് ഇൻ കൺസ്ട്രക്ഷൻ. അതായത് എന്ത് ടൈപ്പ് മെറ്റീരിയലാണ്, എന്ത് ടൈപ്പ് സോയിലാണ് നമ്മൾ ടണൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഇതിൽ വരുന്നത്. ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഓൺ വിച്ച് ദ ടണൽ ഈസ് അബൌട്ട് ടു ബി കൺസ്ട്രക്റ്റഡ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ടണൽ എന്ത് ടൈപ്പ് സോയിലാണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് റോക്കിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് എന്താണ്? ടണൽ ഇൻ ഹാർഡ് റോക്ക്. ഹാർഡ് റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പേരിൽ തന്നെയുണ്ട്, നല്ല ഹാർഡ് സ്ട്രാറ്റ, നല്ല
ഹാർഡ് ആയിട്ടുള്ള റോക്ക് ആയിരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ ആ റോക്ക് ഡ്രിൽ ചെയ്തിട്ടാണ് നമ്മൾ ടണൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് അതിന് നമുക്ക് ടണൽസ് ഇൻ ഹാർഡ് റോക്ക് എന്ന് വിളിക്കാം. ഇനി സോഫ്റ്റ് മെറ്റീരിയൽ, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള റോക്ക് അല്ലെങ്കിൽ സാൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ക്ലേ മിനറലൊക്കെ കണ്ടന്റ് ക്ലേ അല്ലെ അതുപോലത്തെ മിനറൽ കണ്ടന്റ് ഒക്കെ ഉള്ള സോയിലാണ് എങ്കിൽ നമ്മൾ അതിനെ ടണൽസ് ഇൻ സോഫ്റ്റ് മെറ്റീരിയൽ എന്ന് വിളിക്കും. ഇപ്പം എന്താണ് ടണൽ അണ്ടർനീത്ത് ദ റിവർ ബെഡ് ഓർ ഇൻ വാട്ടർ ബെയറിംഗ് സോയിൽ. ഒരു വാട്ടർ ബെയറിംഗ് അല്ലെങ്കിൽ റിവറിൻ്റെ ഒക്കെ അടിയിൽ കൂടെ പോകുന്ന ടണൽ, അതാണ് തേർഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. സോ ഫസ്റ്റ് ഇൻ ഹാർഡ് റോക്ക് ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ് സോയിലാവാം, അതും അല്ലെങ്കിൽ അണ്ടർ ദ റിവർ ബെഡിൻ്റെ ഒക്കെ അടിയിൽ കൂടെ കൊടുക്കുന്ന ടണൽസ്. ഇതാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന 3 ക്ലാസിഫിക്കേഷൻ. ബേസ്ഡ് ഓൺ അലൈൻമെന്റ് വരും, ബേസ്ഡ് ഓൺ പർപ്പസ് ആൻഡ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ മെറ്റ് ഇൻ ദ കൺസ്ട്രക്ഷൻ. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇതെല്ലാം നിങ്ങൾ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, ടെക്സ്റ്റ് വായിക്കണം, എന്നാൽ മാത്രമേ പോയിന്റ്സ് കിട്ടുള്ളൂ, കൂടുതൽ പോയിന്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം പോയിന്റ്സ് കിട്ടണമെങ്കിൽ എപ്പോഴും ടെക്സ്റ്റ് റെഫർ ചെയ്യാൻ തന്നെ ചെയ്യുക. നെക്സ്റ്റ് ടണൽ അലൈൻമെന്റ് ആൻഡ് ഗ്രേഡിയന്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ടണലിംഗ് എന്ന പ്രോസസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ പോലെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് എന്താണ്, എ പ്രിസൈസ് ആൻഡ് ഡീറ്റെയിൽഡ് സർവേ ഈസ് നെസസറി ബിഫോർ സെറ്റിംഗ് ദ അലൈൻമെന്റ് ഓഫ് എ ടണൽ ഓൺ ദ ഗ്രൗണ്ട്. ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കും, ഒരു ഡീറ്റെയിൽഡ് സർവേ ആയിരിക്കും നമ്മൾ നടത്തുന്നത്. ആ ഒരു ഏരിയയിൽ പോയിട്ട് അവിടുത്തെ ഒരു ഡീറ്റെയിൽ സർവേ നമ്മൾ നടത്തും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ സെറ്റിംഗ് ദ അലൈൻമെന്റ് ഓഫ് എ ടണൽ. Okay, a small error in setting the alignment would result in the two end never meeting at all. അപ്പോൾ എപ്പോഴും അലൈൻമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്കിപ്പോൾ ഇവിടെ ഒരു റോക്ക് ഉണ്ട്, നമ്മളിപ്പോൾ ഇതിന് അക്രോസ് ആയിട്ട് ടണൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇവിടുന്ന് ഡ്രിൽ ചെയ്ത് തുടങ്ങുവാണ്. ഇവിടുന്ന് ഡ്രിൽ ചെയ്ത് നമുക്ക് എത്തേണ്ട പോയിന്റ് ചിലപ്പം ഇതാ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ അവിടെ എത്തണമെന്നില്ല, കുറച്ച് ഇങ്ങോട്ട് മാറിയില്ല, കുറച്ച് അങ്ങോട്ട് മാറി, എങ്ങോട്ടെങ്കിലും മാറിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം എത്തുന്നത്. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും അലൈൻമെന്റ് സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ആക്യുറസി അല്ലെങ്കിൽ മാക്സിമം പ്രിസൈസ് ആയിട്ട് ചെയ്യുക. ഒരു ചെറിയ എറർ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ രണ്ട് എൻഡും മീറ്റ് ചെയ്യാതെയൊക്കെ വരാം. Okay, when starting work, both the ends of the tunnel as well as center line are marked with precision on the ground so that the correct length of the tunnel can be determined. So നമ്മളിപ്പോൾ ടണലിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫുൾ ടണലിൻ്റെ ആ ഒരു സെക്ഷൻ നമ്മൾ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യും. ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ താഴേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇനിഷ്യലി നമ്മൾ ഡീറ്റെയിൽ സർവേ നടത്തി അലൈൻമെന്റ് ഒക്കെ സെറ്റ് ചെയ്യുക. അതിൻ്റെ ആ ഒരു അലൈൻമെന്റ് നമ്മൾ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യും. ഗ്രൗണ്ടിൽ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകേണ്ടത് എങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഇത് നമ്മുടെ ഗ്രൗണ്ടാണ്. അപ്പോൾ ഗ്രൗണ്ടിന് മുകളിലായിരിക്കും നമ്മൾ ഫസ്റ്റ് അലൈൻമെന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ അലൈൻമെന്റ് എല്ലാം മാർക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതാണ് തേർഡ് പോയിന്റിൽ നമ്മൾ പറഞ്ഞത്. An accurate survey is carried out to ensure that the center line of the alignment and the levels are transferred properly onto the underground position. So ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഗ്രൗണ്ടിന്റെ സർഫസിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യും, അതിന് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യും, എന്നിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും അത് ആക്യുറേറ്റ് ആണോ എന്ന്. നമ്മൾ ആ ഗ്രൗണ്ടിൽ നിന്ന് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കറക്റ്റ് ആണോ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് ഇനിഷ്യലി അലൈൻമെന്റിൽ നമ്മൾ അലൈൻമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് എപ്പോഴും അലൈൻമെന്റ് മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക. ഫസ്റ്റ് എന്നിട്ട് അതിന് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കോപ്പി ചെയ്യുക, അവിടുന്ന് വേണം നമ്മൾ താഴേക്ക് സെൻട്രൽ ലൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഇനി ടണൽ അലൈൻമെന്റ് അല്ലെങ്കിൽ ഗ്രേഡിന്റെ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ്സ് ടു ബി അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടണൽ അലൈൻമെന്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ഡിസൈനിങ് ദ അലൈൻമെന്റ് ഓഫ് എ ടണൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് എല്ലാം എഴുതണം. ഫസ്റ്റ് എന്താ പറയുന്നത്, അലൈൻമെന്റ് ഷുഡ് ബി സ്ട്രെയിറ്റ് as far as possible since normally such a route would be the shortest and most economical. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ അലൈൻമെന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, നമ്മൾ ഷോർട്ടസ്റ്റ് റൂട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. കാരണം ടണൽ നമ്മൾ ചൂസ് ചെയ്യാനുള്ള മെയിൻ ഓപ്ഷൻ തന്നെ എന്തായിരുന്നു, നമ്മൾ പറഞ്ഞു നമ്മൾ റോഡ് അല്ലെങ്കിൽ റെയിൽവേ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ, നോർമലി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ചുറ്റേണ്ടി വരും. അപ്പോൾ ലെങ്ത് ഓഫ് ദ റെയിൽവേ അല്ലെങ്കിൽ പെർമനന്റ് വേ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് റോഡ് വേ കൂടും. അത് കുറയ്ക്കാൻ വേണ്ടി, കുറച്ച് എക്കണോമിക്കൽ ആക്കാൻ വേണ്ടി നമ്മൾ ടണലിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്.
അല്ലേ? അപ്പോൾ എപ്പോഴും ടണൽ ഡിസൈൻ ചെയ്യുമ്പോൾ മാക്സിമം സ്ട്രെയിറ്റ് സ്ട്രെച്ച് ആകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ലെങ്ത് ആവുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വേണം നമ്മൾ ടണലായിട്ട് എടുക്കാനായിട്ട്. The minimum possible gradient should be provided for a tunnel and its approaches. എപ്പോഴും ഒരു മിനിമം സ്ലോപ്പ് നമ്മൾ കൊടുത്തിരിക്കണം. സ്ലോപ്പ് ഒരുപാട് കൂടാനും പാടില്ല, എന്നാൽ ഒരു മിനിമം സ്ലോപ്പ് നമ്മൾ കൊടുക്കുകയും വേണം. പ്രോപ്പർ വെന്റിലേഷൻ അഡിക്വേറ്റ് ലൈറ്റ്നിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻസൈഡ് ദ ടണൽ. ടണലിനുള്ളിൽ നമുക്കറിയാം എപ്പോഴും ടണൽ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിൽ നിന്നും പ്രോപ്പർലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഒട്ടും തന്നെ ലൈറ്റിംഗ് നാച്ചുറൽ ലൈറ്റ് അവിടെ കുറവായിരിക്കും. അപ്പം നമ്മൾ പ്രോപ്പർ ലൈറ്റിനിങ് കൊടുക്കണം. അതുപോലെ ഹാർംഫുൾ ഗ്യാസ്, കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസ് എല്ലാം പുറത്തേക്ക് എക്സ്കവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ വെന്റിലേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് അഡിക്വേറ്റ് ലൈറ്റിനിങ് ഇസ് നെസസറി. നെക്സ്റ്റ് എന്താണ്? സൈഡ് ഡ്രെയിൻ ഇൻ എ ടണൽ ഷുഡ് ബി ഗിവൻ എ മിനിമം ഗ്രേഡിയന്റ് ഓഫ് 1/500 ഫോർ ഇഫക്റ്റീവ് ഡ്രെയിനേജ്. വാട്ടറൊക്കെ കയറുന്നുണ്ടെങ്കിൽ ആ വാട്ടറൊക്കെ പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട് മിനിമം സ്ലോപ്പ് ഫോർ ദ ഡ്രെയിനേജ് പർപ്പസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി ലോങ്ങർ ടണലാണെങ്കിൽ, ലെങ്ത് കമ്പാരിറ്റീവ്ലി കൂടുതലുള്ള ടണലാണെങ്കിൽ, ഇൻ ലോങ്ങർ ടണൽസ് ദ ഗ്രേഡിയന്റ് ഷുഡ് ബി പ്രൊവൈഡ് ഫോർ ദ സെന്റർ ഫ്രം ദ സെന്റർ ടുവേർഡ്സ് ദ സൈഡ് ഫോർ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ഡ്രെയിനേജ്. അതായത് ലോങ്ങർ ടണലൊക്കെ ആണെങ്കിൽ നമ്മുടെ ടണൽ ക്രോസ് സെക്ഷൻ ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ടണൽ ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ റോഡ് പറയുന്ന പോലെ തന്നെ മിനിമം സെൻറ്ററിൽ നിന്നും സൈഡിലേക്ക് ഒരു സ്ലോപ്പും കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഫോർ ദ പ്രോപ്പർ ഇവാക്യുവേഷൻ ഓഫ് വാട്ടർ സൈഡിലേക്ക് ഫ്ലോ ചെയ്ത് സൈഡിൽ വാട്ടർ ഡ്രെയിൻ കാണും. ആ ഡ്രെയിനിലേക്ക് വന്ന് വീണ് അത് വഴി ഒഴുകി പുറത്തേക്ക് പോകേണ്ട ആ ഒരു സ്ലോപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ടണൽ അലൈൻമെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു 4 പോയിന്റ്സ്. നെക്സ്റ്റ്, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ ടണൽ. ടണലിന്റെ സൈസും ഷേപ്പും എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. The size and shape of a tunnel depends upon the nature and type of ground it passes through. Nature and type of ground it passes through. നമ്മൾ പറഞ്ഞു ഹാർഡ് റോക്ക് ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റീരിയൽ ആവാം, അതല്ലെങ്കിൽ റിവർ ബെഡിന്റെ അടിയിൽ കൂടെ ആവാം. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ ടണൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ nature and type of ground it passes through. Also on whether it is designed to carry a single or double railway line. റെയിൽവേ ലൈൻ ആണെങ്കിൽ നമുക്കറിയാം, സിംഗിൾ റെയിൽവേ ലൈൻ ആണെങ്കിൽ അതിനനുസരിച്ച് വിഡ്ത്ത് ഓഫ് അല്ലെങ്കിൽ സൈസ് ഓഫ് ടണൽ കുറച്ച് മതിയായിരിക്കും. അതേസമയം ഡബിൾ റെയിൽ ലൈൻ ആണ് പോകുന്നതെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ കൂടിയ സൈസുള്ള ടണൽ വേണം എപ്പോഴും ഡിസൈൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ സൈസ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ഗ്രൗണ്ട് ഇറ്റ് പാസസ് ത്രൂ ആൻഡ് ഓൾസോ ഓൺ ദ number of railway lines. Next എന്താണ്? The shape of a tunnel should be such that the lining is able to resist the pressure exerted by the unsupported wall of tunnel excavation. അപ്പം ഇങ്ങനെ ഇപ്പോൾ ഒരു ടണൽ ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു ഷേപ്പ് ആണെങ്കിൽ ഇതായിരിക്കും ടോപ്പ് പോർഷൻ വരുന്നത്. ബട്ട് ടോപ്പ് പോർഷനിൽ, അതായത് ഇവിടെ നിന്നൊക്കെ നമുക്കറിയാം എർത്തിന്റെ പ്രഷർ വരുമായിരിക്കും അല്ലെ. എർത്തിന്റെ പ്രഷർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം മുകളിൽ റോക്ക് അല്ലെങ്കിൽ സോയിൽ ആണ് ഉള്ളത്. അപ്പോൾ അതിങ്ങോട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പോൾ ഈ പ്രഷർ എടുക്കാനായിട്ട് ഇവിടെ കൊടുക്കുന്ന ഈ ഒരു ടോപ്പ് പോർഷനിൽ കൊടുക്കുന്ന ഈ ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈനിങ് എന്ന്. അപ്പോൾ ഈ ലൈനിങ്ങിന് ഈ പ്രോപ്പറായിട്ട് ഈ ഒരു എർത്തിൽ നിന്നും വരുന്ന ഈ ഒരു പ്രഷർ എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം. ഈ എർത്തിന്റെ പ്രഷർ ഈ ലൈനിങ് എടുത്ത് ഈ സൈഡിലേക്കുള്ള വോൾട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ലൈനിങ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ക്യാരിങ് ദ ലോഡ് അല്ലെങ്കിൽ പ്രഷർ ഫ്രം ദ ടോപ്പ്. അതാണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ് എന്താണ്? ഇഫ് ദ ഗ്രൗണ്ട് ഈസ് മേഡ് അപ്പ് ഓഫ് ഹാർഡ് റോക്ക് ദെൻ ടണൽ ക്യാൻ ബി ഗിവൺ എനി ഷേപ്പ്. ഇനി ഹാർഡ് റോക്കിലാണെങ്കിൽ സേഫ് ആയിരിക്കും, കാരണം മണ്ണ് ഇടിഞ്ഞു വീഴുന്ന പേടിയൊന്നും വേണ്ട. റോക്ക് ആകുമ്പോൾ എന്തായാലും ഇടിഞ്ഞു വീഴുന്ന പേടിയൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് ഓഫ് ടണൽ ഉണ്ട്, നമുക്ക് പുറകെ നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇറ്റ് ഈസ് ഹാർഡ് റോക്ക്. ജനറലി നമ്മൾ കൊടുക്കാറ് സെമി സർക്കുലർ ആണ് വിത്ത് വെർട്ടിക്കൽ സൈഡ് വോൾസ്. അതായത് മുകളിൽ ഇങ്ങനെ സെമി സർക്കുലർ ഷേപ്പിലിരിക്കും, മുകളിൽ സെമി സർക്കുലർ ആയിരിക്കും, താഴേക്ക് വെർട്ടിക്കൽ വോളും വരും. ആണ് ജനറലി നമ്മൾ റോക്കി ടെറൈനിൽ കൊടുക്കാറുള്ള ടൈപ്പ് ഓഫ് ടണൽ. ഇനി സോഫ്റ്റ് ഗ്രൗണ്ട് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ഇൻ കേസ് ഓഫ് സോഫ്റ്റ് ഗ്രൗണ്ട് സച്ച് ആസ് കൺസിസ്റ്റിംഗ് ഓഫ് സോഫ്റ്റ് ക്ലേ അല്ലെങ്കിൽ സാൻഡ് ഒക്കെ ഉള്ള കേസ് ആണെങ്കിൽ പ്രഷർ ഫ്രം ദ സൈഡ്സ് ആൻഡ് ദ ടോപ്പ് മസ്റ്റ് ബി റെസിസ്റ്റഡ്.
അപ്പം റോക്ക് ആകുമ്പം കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരുന്നു, പക്ഷേ ഇതാകുമ്പോൾ ഇടിഞ്ഞ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലർ ടണലായിരിക്കും. സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ കേസ് ഓഫ് സോഫ്റ്റ് സോയിൽ. ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഈ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ എടുക്കാനുള്ള കേപ്പബിലിറ്റി കൂടുതലായിരിക്കും അതിന്. കാരണം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, പ്രഷർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് സർക്കുലർ സെക്ഷന്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഓഫ് സോഫ്റ്റ് സോയിൽ അല്ലെങ്കിൽ ക്ലേ സോയിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സാൻഡി സോയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സർക്കുലർ സെക്ഷൻസ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറയുന്നത് സർക്കുലർ സെക്ഷൻ ആകുമ്പം ക്രോസ് സെക്ഷൻ ഏരിയ കൂടുതലായിരിക്കും. സർക്കുലർ സെക്ഷൻ പ്രൊവൈഡ്സ് എ ലാർജർ ക്രോസ് സെക്ഷൻ ഏരിയ ഫോർ സ്മോളസ്റ്റ് ഡയമീറ്റർ. ഡയമീറ്റർ കുറവാണെങ്കിൽ പോലും കമ്പയർഡ് ടു റെക്ടാങ്കിൾ ഒക്കെ വെച്ച് നോക്കുമ്പം ഏരിയ കൂടുതൽ വരുന്നത് എപ്പോഴായിരിക്കും? സർക്കുലർ ക്രോസ് സെക്ഷൻ കൊടുക്കുമ്പോഴായിരിക്കും ക്രോസ് സെക്ഷൻ ഏരിയ കൂടുതൽ വരുന്നത്. ആൻഡ് ക്രോസ് സെക്ഷൻ ഏരിയ കൂടുമ്പോൾ നമുക്ക് പ്രഷർ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ പ്രഷർ അതിനെ എടുക്കാൻ പറ്റും, അങ്ങനെയും പറയാം. പിന്നെന്താ സർക്കുലർ സെക്ഷൻ പറ്റി പറയാനാണെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് സെക്ഷൻ ഈസ് മോർ യൂസ്ഫുൾ ഫോർ ഡ്രെയിൻസ് ക്യാരിങ് സീവേജ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്, വേസ്റ്റ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് വാട്ടർ, ഗ്യാസ്, എയർ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, ഓയിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് സർക്കുലർ സെക്ഷൻസ് ഉപയോഗിക്കാറ്. അതുപോലെ ഫോർ അക്വാഡക്റ്റ്. അക്വാഡക്റ്റ് എന്താണ്? അക്വാഡക്റ്റ് മീൻസ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. നമ്മൾ ഈ പെഡൽ സിസ്റ്റം വെച്ചിട്ട് വാട്ടർ കൊണ്ടുപോകുന്ന ടണൽസ്. നമ്മുടെ ഈ ഇറിഗേഷൻ ലാൻഡിലേക്കൊക്കെ പാടത്തേക്കൊക്കെ വെള്ളം കൊണ്ടുവന്ന ടണൽസിനാണ് ഉദ്ദേശിക്കുന്നത് അക്വാഡക്റ്റ് എന്ന്. അപ്പോൾ പെഡലിംഗ് ആക്ഷൻ വെച്ചായിരിക്കും ഇവിടെ വാട്ടർ നമ്മൾ അതിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ അതുപോലുള്ള ടണൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്വാഡക്റ്റ്. അപ്പോൾ അക്വാഡക്റ്റിൻ്റെ കേസിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സർക്കുലർ സെക്ഷൻസ് ആയിരിക്കും. ഇനി ഫോർ റെയിൽവേ ട്രാക്ക്, നമ്മൾ പഠിക്കുന്ന റെയിൽവേ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ റെയിൽവേ ട്രാക്കിനെ പറ്റി പറയാനാണെങ്കിൽ circular portion at the bottom of the tunnel has to be level in order to lay the track and facilitate easy removal of muck and placing of concrete. നമുക്കറിയാം റെയിൽവേ സെക്ഷൻ ആകുമ്പോൾ എന്തും നമ്മൾ സർക്കുലർ കൊടുത്താലും നമ്മുടെ ബോട്ടം എന്ന് പറയുന്നത് എന്താണ്? ലെവൽ ആയിരിക്കണം, എന്നാലേ നമുക്ക് ട്രാക്ക് അല്ലെങ്കിൽ പെർമനന്റ് വാല്യൂ കൂടെ പാസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഇട്ട് ഫില്ല് ചെയ്ത് അത് ലെവലാക്കും, അല്ലെങ്കിൽ ലെവലാക്കണം. ഇപ്പോൾ സർക്കുലർ സെക്ഷൻ നമ്മൾ കോമൺ ആയിട്ട് റെയിൽവേ ട്രാക്കിന് ഉപയോഗിക്കാറില്ല. ഈ പറഞ്ഞെടുത്ത് സീവേജ്, ഫ്ലൂയിഡ്, അക്വാഡക്റ്റിൻ്റെ കേസിലാണ് നമ്മൾ കോമൺ ആയിട്ട് സർക്കുലർ സെക്ഷൻസ് ഉപയോഗിക്കാറ്. റെയിൽവേ ട്രാക്കിന് ഉപയോഗിക്കാറില്ല, എന്നാലും ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതുപോലെ ലെവൽ ചെയ്യേണ്ടി വരും. അതേപോലെ ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ ഈസി റിമൂവൽ ഓഫ് മക്ക്. മക്ക് മീൻസ് നമ്മൾ ഇത് ഡ്രിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേസ്റ്റ് അല്ലെ ആ ഒരു പൊടി അല്ലെ ആ സാൻഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്ക്. മക്ക് റിമൂവലിനൊക്കെ ഹെൽപ്ഫുൾ എന്ന് പറയുന്നത് ലെവൽഡ് ബോട്ടം ആയിരിക്കും. ഇപ്പോൾ കോമൺലി സർക്കുലർ സെക്ഷൻസ് ഉപയോഗിക്കുന്നത് സീവേജ്, ഫ്ലൂയിഡ്, അക്വാഡക്റ്റിൻ്റെ കേസിലാണ്. റെയിൽവേക്ക് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല. റെയിൽവേക്ക് ഉപയോഗിക്കുന്ന സെക്ഷൻ നമുക്ക് പുറകെ പഠിക്കാം. ഇത്രയാണ് സൈസ് ഓഫ് ടണൽ അല്ലെങ്കിൽ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ടണലിൽ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വാട്ട് ഡിറ്റർമൈൻസ് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ടണൽ, സൈസ് അല്ലെങ്കിൽ ഷേപ്പ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ത് ബേസിസിലാണ് എന്ന് ചോദിച്ചാലും ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ ടണൽ അങ്ങനെ ചോദിച്ചാലും ഇതൊക്കെ തന്നെ എഴുതിയാൽ മതി. മറ്റേത് അലൈൻമെന്റ് ആയിരുന്നു, ഇത് സൈസ് ആൻഡ് ഷേപ്പ് ആണ്. ദ ഷേപ്പ് ആൻഡ് പർപ്പസ് ഓഫ് ടണൽ, ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ടണലും അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു അതിന്റെ പർപ്പസും ആണ് കാണിച്ചിരിക്കുന്നത്. സർക്കുലർ ആണെങ്കിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ ആൻഡ് സീവേജ്, ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ സീവേജ് ആണ് സർക്കുലർ ടണൽസ് നമ്മൾ ഉപയോഗിക്കാറ്. ഇനി എലിപ്റ്റിക്കൽ ടണൽസ് ഉണ്ട്. എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ എഗ് ഷേപ്ഡ് എന്ന് വിളിക്കും. എഗ് ഷേപ്പ് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ടണൽ ആണെങ്കിൽ അതും വാട്ടർ ആൻഡ് സീവേജ് മെയിൻസ് ആണ് എലിപ്റ്റിക്കൽ ഉപയോഗിക്കാറ്. ഹോഴ്സ് ഷൂ ഷേപ്ഡ് ഉണ്ട്. ഹോഴ്സ് ഷൂ ഷേപ്ഡ് ആണ് നമ്മൾ കോമൺ ആയിട്ട് റോഡ് ആൻഡ് റെയിൽവേ ടണൽ ഉപയോഗിക്കുന്നതാണ് ഹോഴ്സ് ഷൂ ഷേപ്ഡ്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്രോസ് സെക്ഷൻ നമുക്ക് പുറകെ നോക്കാം. ദെൻ ആർച്ച്ഡ് റൂഫ് വിത്ത് വെർട്ടിക്കൽ വാൾസ്. ആർച്ച്ഡ് റൂഫ് വിത്ത് വെർട്ടിക്കൽ വാൾസ് അതും റോഡ് ആൻഡ് റെയിൽവേസ് ആണ് ഉപയോഗിക്കാറ്. പോളിസെൻട്രിക് ക്രോസ് സെക്ഷൻ അതും റോഡ് ആൻഡ് റെയിൽവേക്കാണ് ഉപയോഗിക്കാറ്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഗേജ് ലെങ്ത് ഓഫ് ദ റെയിൽവേ ട്രാക്ക്. അത് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടെങ്കിൽ അതിനൊരു റെയിൽവേ ഉണ്ടെങ്കിൽ അതിനൊരു ഗേജ് ലെങ്ത് കാണും അല്ലേ. ഇതിപ്പോൾ ഈ ഗേജ് ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ മീറ്റർ ഗേജ് ആണെങ്കിൽ 1 മീറ്റർ ആയിരിക്കും, ബ്രോഡ് ഗേജ് ആകുമ്പോൾ 1.676 മീറ്റർ ആയിരിക്കും. മീറ്റർ ഗേജ് ആണെങ്കിൽ 1 മീറ്റർ മതി, അതായത് കുറവാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതിൻ്റെ
ആ ഒരു ഷേപ്പും കുറച്ച് മതിയായിരിക്കും. അതേസമയം 1.676 കുറച്ചിട്ട് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ഈ ഒരു ഷേപ്പ് ഓഫ് ടണൽ അല്ലെങ്കിൽ സൈസ് ഓഫ് ടണലും കൂടേണ്ടി വരും. ഇനി അതുപോലെ തന്നെ ഒരു ട്രാക്ക് അല്ല, 2 ട്രാക്ക് ഉണ്ടെങ്കിൽ എന്ത് പറ്റും, 2 മീറ്റർ ഗേജ് ആണെങ്കിൽ ഒരു 1 മീറ്റർ, ഇപ്പോഴത്തെ ഒരു 1 മീറ്റർ. അപ്പം തന്നെ റെയിലിന് തന്നെ വേണം 2 മീറ്റർ. പിന്നെ അപ്പുറം ഇപ്പോഴുള്ള ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ സൈസ് കുറച്ചുകൂടെ കൂടും. അതാണ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഗേജ് ഓഫ് ദ റെയിൽവേ ട്രാക്ക്. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഫോർ ബ്രോഡ് ഗേജ് ആണെങ്കിൽ, സിംഗിൾ ലൈൻ ആണെങ്കിൽ, ഒറ്റ റെയിൽവേ ലൈനേ ഉള്ളൂ എങ്കിൽ ബ്രെഡ്ത്ത് എത്ര വേണം, ഹൈറ്റ് എത്ര വേണം. ബ്രെഡ്ത്ത് മീൻസ് ഇതിൻ്റെ ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബ്രെഡ്ത്ത് നിന്നും വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ, ആ ഒരു ടണലിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ് നമുക്ക് ഹൈറ്റ് എന്ന് വിളിക്കാം. സർക്കുലർ സെക്ഷൻ ആണ് എങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടലുള്ള ഒരു മെഷർമെൻറ്റ് നമ്മൾ ബ്രെഡ്ത്ത് എന്ന് വിളിക്കാം. ടോട്ടൽ ഇതിനെ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ടണൽ എന്നും വിളിക്കാം. അപ്പോൾ ഹൈറ്റിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും ഒരു റേഞ്ച് ആണ് കാണിച്ചിരിക്കുന്നത് ഫോർ സിംഗിൾ ലൈൻ ട്രാഫിക് റെയിൽവേ ലൈൻ ആണെങ്കിൽ, അതേപോലെ ഡബിൾ റെയിൽവേ ലൈൻ ആണ് എങ്കിൽ. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ഷേപ്പ് ഓഫ് ടണൽസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഷേപ്പ് ടണലിലേക്ക് പോകുന്ന മുമ്പ് അതും എന്തിൻ്റെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും, എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ഷേപ്പ് ഓഫ് ടണൽ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. It should resist the pressure exerted by unsupported wall of the tunnel excavation. ഷേപ്പ് പറയുന്നതാണ്. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മുകളിൽ വരുന്ന സോയിലിൻ്റെ പ്രഷർ, ടോപ്പിൽ വരുന്ന സോയിലിൻ്റെ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആ ഒരു ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിന് ഉണ്ടാവണം. It is designed to be done in such a way that it suits the site condition functional requirements. അപ്പോൾ അതും കൂടെ നോക്കണം, അവിടുത്തെ സൈറ്റ് കണ്ടീഷന് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള ക്രോസ് സെക്ഷണൽ ഷേപ്പ് വേണം നമ്മൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ അവിടുത്തെ ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ജിയോഗ്രഫിക് ഫീച്ചേഴ്സ് ആവാം, അവിടുത്തെ സോയിൽ ടൈപ്പ്, അവിടുത്തെ ടൈപ്പ് ഓഫ് റോക്ക്, ഇതിൻ്റെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ആ ഒരു കാര്യം. അപ്പോൾ അത് ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് ഓഫ് ടണൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പർപ്പസും. സോ ഷേപ്പ് ഓഫ് ടണൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഡി അല്ലെങ്കിൽ സെഗ്മെന്റൽ റൂഫ് സെക്ഷൻ. ഡി അല്ലെങ്കിൽ സെഗ്മെന്റൽ റൂഫ് സെക്ഷൻ, ഈ കാണിച്ചേക്കുന്നതാണ് ഡി അല്ലെങ്കിൽ സെഗ്മെന്റൽ റൂഫ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു ഡി ഷേപ്പിൽ തന്നെ ഇരിക്കും. ഈ കാണിച്ചേക്കുന്നതാണ്. മെയിൻലി യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും, സ്യൂട്ടബിൾ ഫോർ സബ്വേ ഓർ നാവിഗേഷൻ ടണൽസ്. സബ്വേ നമ്മൾ പറഞ്ഞു ഫോർ ദ മൂവ്മെന്റ് ഓഫ് പെഡസ്ട്രിയൻ, അണ്ടർഗ്രൗണ്ടിൽ കൂടെയുള്ള പെഡസ്ട്രിയൻ മൂവ്മെന്റ്സ് കൊടുക്കുന്ന ടണലാണ് സബ്വേസ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ഡി ഷേപ്പ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ നാവിഗേഷൻ ടണൽസ്. നാവിഗേഷൻ ടണൽ മീൻസ് വാട്ടറിൻ്റെ കൺവെയൻസ് ഓഫ് വാട്ടർ. ഇപ്പോൾ റിവറിൽ നിന്നൊക്കെ വരുന്ന കനാലിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയുള്ള ടണൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നാവിഗേഷൻ ടണൽസിൽ വരുന്നത്. അതൊക്കെ നമ്മൾ ഈ ഒരു ഡി ഷേപ്പ് അല്ലെങ്കിൽ സെഗ്മെന്റൽ റൂഫ് സെക്ഷനാണ് കൊടുക്കാറ്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം മെയിൻ പോയിന്റ് നോക്കാനുള്ളത്, ഇറ്റ് ഹാസ് അഡീഷണൽ ഫ്ലോർ സ്പേസ്. മുകളിലേക്കുള്ള സ്പേസ് ഉണ്ടോ, കമ്പയർഡ് ടു വിഡ്ത്ത് നോക്കുമ്പം ആ ഒരു ഹൈറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഡി ഈസ് ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രെഡ്ത്ത് ആയിരിക്കും. അത് വെച്ച് നോക്കുമ്പം ഹൈറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അഡീഷണൽ ഫ്ലോർ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഫ്ലാറ്റ് ഫ്ലോർ ഫോർ മൂവിങ് എക്യുപ്മെൻറ്റ്. നമ്മുടെ ഫ്ലോർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരിക്കും. ചെറിയൊരു സ്ലോപ്പ് നമ്മൾ കൊടുക്കും, 1/24 ആണ് കൊടുക്കുന്ന സ്ലോപ്പ്. എന്നാൽ പോലും കമ്പയർ ടു മറ്റേക്ക് വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ സർക്കുലറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സ്ലോപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ലെവൽഡ് ആയിട്ടുള്ളൊരു ബോട്ടം നമുക്ക് അവൈലബിൾ ആണ് ഡി അല്ലെങ്കിൽ സെഗ്മെന്റൽ റൂഫ് സെക്ഷനിൽ വരുമ്പോൾ. നെക്സ്റ്റ് സർക്കുലർ സെക്ഷൻ ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡയമീറ്റർ ഡി ഉള്ളൊരു സർക്കിൾ ആയിരിക്കും. അതാണ് സർക്കുലർ സെക്ഷൻ. അതേപോലെ നമ്മുടെ ഡി സെക്ഷനിൽ എന്ന് പറയുമ്പം അതിൻ്റെ മുകളിൽ ഓൾമോസ്റ്റ് ഒരു സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരിക്കും വരുന്നത്, വിത്ത് വെർട്ടിക്കൽ വോൾസ് ആയിരിക്കും. സെമി സർക്കുലർ ടോപ്പ് വിത്ത് വെർട്ടിക്കൽ വോൾസ് ആൻഡ് ഓൾമോസ്റ്റ് ലെവൽഡ് ബോട്ടം. അതാണ് നമ്മുടെ സെഗ്മെന്റൽ റൂഫ് ആർച്ച് എന്ന് പറയുന്നത്. ഇനി സർക്കുലർ ആകുമ്പോൾ എന്ത് പറ്റും, ടു വിത്ത്സ്റ്റാൻഡ് ഹെവി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ റേഡിയൽ പ്രഷർ. റേഡിയൽ അല്ലെങ്കിൽ റേഡിയൽ ഡയറക്ഷനുള്ള പ്രഷർ. റേഡിയൽ ഡയറക്ഷൻ മീൻസ് ഇങ്ങനെയുള്ള പ്രഷർ അല്ലേ, ആ ഒരു പ്രഷർ ഏറ്റവും കൂടുതൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളത് സർക്കുലർ സെക്ഷൻ ആണ്. ഈ ഒരു സോയിൽ പ്രഷർ ആണല്ലോ, ആണ് റേഡിയൽ ഡയറക്ഷനിൽ വരുന്ന പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രഷർ റെസിസ്റ്റ് ചെയ്യാൻ ഏറ്റവും കേപ്പബിൾ സർക്കുലർ സെക്ഷൻസ് ആണ്. ബെസ്റ്റ് തിയററ്റിക്കൽ സെക്ഷൻ ഫോർ റെസിസ്റ്റിംഗ് ഫോഴ്സസ്.
ഗ്രേറ്റർ ക്രോസ് സെക്ഷൻ ഏരിയ ഫോർ ലീസ്റ്റ് പെരിമീറ്റർ ആണ് മറ്റൊരു കാര്യം. ക്രോസ് സെക്ഷൻ ഏരിയ എപ്പോഴും കൂടുതലായിരിക്കും ഫോർ സർക്കുലർ സെക്ഷൻ എന്ന് പറയുമ്പോൾ. മെയിൻലി മെൻ ഫോർ ക്യാരിങ് സീവേഴ്സ് ആൻഡ് വാട്ടർ ക്യാരിങ് പർപ്പസ്. അത് നമ്മൾ നോക്കിയായിരുന്നു, ഈ ഒരു കോളത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു സർക്കുലർ ഉപയോഗിക്കുന്ന വാട്ടർ ആൻഡ് സീവേജിന് വേണ്ടിയിട്ട് ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു. സോ നെക്സ്റ്റ് റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. റെക്ടാങ്കുലർ സെക്ഷൻ മെയിൻലി ഉപയോഗിക്കുന്ന ഹാർഡ് റോക്ക്, ഹാർഡ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹാർഡ് റോക്കിൽ ചെയ്യുമ്പോഴാണ് റെക്ടാങ്കുലർ സെക്ഷൻ ഉപയോഗിക്കാറ്. കാരണം അവിടെ മണ്ണിടിഞ്ഞ് വീഴുമെന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം റോക്ക് ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്ടാങ്കുലർ സെക്ഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇനി റെക്ടാങ്കുലർ സെക്ഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും വിഡ്ത്തിന്റെ ട്വൈസ് ആയിരിക്കും അതിന്റെ ഹൈറ്റ് കൊടുക്കാറ്. ഇപ്പം വിഡ്ത്ത് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ, ക്യാപിറ്റൽ ഡി ആണെങ്കിൽ ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു 2d ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് ഈ സെക്ഷൻ തന്നെ നിങ്ങൾ വരയ്ക്കണം. സെക്ഷനും അതിൻ്റെ അകത്ത് ഓരോ സ്പെസിഫിക്കേഷൻ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് തന്നെ വരയ്ക്കണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് ഡി ആണെങ്കിൽ ട്വൈസ് വിഡ്ത്ത് ആയിരിക്കും നമ്മൾ ഹൈറ്റ് ഓഫ് ടണലായിട്ട് കൊടുക്കാറ് ഇൻ കേസ് ഓഫ് റെക്ടാങ്കുലർ ടണൽസ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹാർഡ് റോക്സ്. ഇറ്റ് ഇസ് കോസ്റ്റ്ലി ആൻഡ് ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട്. കുറച്ച് കമ്പാരിറ്റീവ്ലി മറ്റ് സെക്ഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ്, അതേപോലെ കൺസ്ട്രക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ് ഇതിൻ്റെ. ഇറ്റ്സ് അഡോപ്റ്റഡ് ഫോർ പെഡസ്ട്രിയൻ ട്രാഫിക്. സബ്വേ അല്ലെങ്കിൽ പെഡസ്ട്രിയൻ മൂവ്മെന്റിന് വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു സെക്ഷൻ റെക്ടാങ്കുലർ സെക്ഷൻ ഉപയോഗിക്കാറ്. ലാസ്റ്റ് വൺ എഗ് ഷേപ്ഡ് സെക്ഷൻ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ സെക്ഷൻ. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സർക്കുലർ സെക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഇൻ റെസിസ്റ്റിംഗ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പ്രഷർ റെസിസ്റ്റൻസിന് ഏറ്റവും ഹെൽപ്ഫുൾ അല്ലെങ്കിൽ ഒരു നല്ല സെക്ഷൻ തന്നെയാണ് എഗ് ഷേപ്പ് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് മെയിൻലി മെൻ ഫോർ ക്യാരിങ് സീവേജ്. വേസ്റ്റ് വാട്ടർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എലിപ്റ്റിക്കൽ സെക്ഷൻ അല്ലെങ്കിൽ എഗ് ഷേപ്പ് സെക്ഷൻസ് ഉപയോഗിക്കാറ്. ലാസ്റ്റ് വൺ ഹോഴ്സ് ഷൂ ഷേപ്ഡ് സെക്ഷൻ ആണ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് റെയിൽവേക്കും റോഡ് വേക്കും ഒക്കെ ഉപയോഗിക്കുന്ന സെക്ഷൻ ഫോർ കൺസ്ട്രക്ടിങ് ടണൽസ് മെൻ ഫോർ ട്രാഫിക് അല്ലെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ റോഡ് വേക്ക് വേണ്ടി നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് സെക്ഷൻ ആണ് ഹോഴ്സ് ഷൂ ഷേപ്ഡ് സെക്ഷൻ. സെമി സർക്കുലർ റൂഫ് വിത്ത് ആർച്ച്ഡ് സൈഡ് ആൻഡ് കർവ്ഡ് ഇൻവേർട്ട് ആണ് അതിൻ്റെ പ്രോപ്പർട്ടി. എന്താണ് സെമി സർക്കുലർ റൂഫ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ സെമി സർക്കിൾ ഓഫ് ഡയമീറ്റർ ക്യാപിറ്റൽ ഡി. ക്യാപിറ്റൽ ഡി ഡയമീറ്റർ ഉള്ള ഒരു സെമി സർക്കിൾ ആയിരിക്കും അതിൻ്റെ റൂഫായിട്ട് വരുന്നത്. വിത്ത് ആർച്ച്ഡ് സൈഡ്സ് നോക്കിയേ, സൈഡും അതുപോലെ ആർച്ച് ഷേപ്പ് അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും പ്യൂർലി വെർട്ടിക്കൽ അല്ല, കറക്റ്റ് വെർട്ടിക്കൽ അല്ല സൈഡ് എന്ന് പറയുന്നത്, ആണ് ആർച്ച്ഡ് സൈഡ്സ് എന്ന് പറയുന്നത്. സെമി സർക്കുലർ ടോപ്പ് വിത്ത് ആർച്ച്ഡ് സൈഡ് ആൻഡ് കർവ്ഡ് ഇൻവേർട്ട്. ഇൻവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേർട്ട് മീൻസ് ബോട്ടം അല്ലെങ്കിൽ ഫ്ലോർ ഓഫ് എ ടണലിന്റെ ബോട്ടം അല്ലെങ്കിൽ ഫ്ലോർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവേർട്ട്. അപ്പോൾ ഇൻവേർട്ട് എന്ന് പറയുന്നത് കർവ്ഡ് ആയിരിക്കും. ഇതാ ഒരു ചെറിയൊരു കർവ് പോലെ ഇവിടെ നമുക്ക് കാണാം, ഒരു കർവ്ഡ് ഷേപ്പ് ആയിരിക്കും അതിന്റെ ബോട്ടം അല്ലെങ്കിൽ ഇൻവേർട്ട് വരുന്നത്. സെമി സർക്കുലർ റൂഫ്, ആർച്ച്ഡ് സൈഡ്സ്, ആർച്ച് ഷേപ്പിലുള്ള സൈഡ്സ് ആയിരിക്കും, അതേപോലെ കർവ്ഡ് ബോട്ടം അല്ലെങ്കിൽ കർവ്ഡ് ഫ്ലോർ അല്ലെങ്കിൽ കർവ്ഡ് ഇൻവേർട്ട്. Best shape for traffic purpose, more suitable for soft rock and carrying water or sewage. Soft rockലെ കൺസ്ട്രക്ഷനും ഇത് ആണ് മെയിൻ ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറ്. ഈ ഒരു ഹോഴ്സ് ഷൂ ഷേപ്പ് സെക്ഷൻ നമ്മൾ ഉപയോഗിക്കാറ്. മോസ്റ്റ് വൈഡ്ലി യൂസ് ഫോർ ഹൈവേ ആൻഡ് റെയിൽവേ ടണൽസ്. ഇത്രയാണ് ഹോഴ്സ് ഷേപ്പിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഈ ഒരു സ്പെസിഫിക്കേഷൻ എല്ലാം അതിൽ കാണിക്കണം. എന്താണ് ഡയമീറ്റർ ഓഫ് ദ സെമി സർക്കുലർ പോർഷൻ ക്യാപിറ്റൽ ഡി ആണ് എങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഡയഗണൽസും ക്യാപിറ്റൽ ഡി ആയിരിക്കണം. ഈ ഡയഗണലും ക്യാപിറ്റൽ ഡി ആയിരിക്കണം, ഈ ഡയഗണലും ക്യാപിറ്റൽ ഡി ആയിരിക്കണം. ഈ ഒരു പോർഷൻ, ഈ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ, അതായത് ഈ രണ്ട് ബോട്ടം കോർണറും ഇതിന്റെ അപ്പെക്സ് അല്ലെങ്കിൽ പീക്ക് എന്ന് പറയും, അതായത് ആ ഒരു ടണലിന്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ പോർഷൻ, ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് 1.25 ഡി ആയിരിക്കണം. ഡയമീറ്ററിന്റെ 1.25 ടൈംസ് ആയിരിക്കണം ഈ ഒരു ലെങ്ത്. ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഹോഴ്സ് ഷൂ ഷേപ്പ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ആണെങ്കിൽ അതായത് ഇവിടുന്ന് ആയിരിക്കും സെമി സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഡയമീറ്റർ എന്ന് വെച്ചാൽ ഇതായിരിക്കും. സോ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്, ആ രണ്ട് ഡയമീറ്ററിന്റെ രണ്ട് എൻഡിൽ നിന്നും നമ്മുടെ രണ്ട് കോർണേഴ്സിലേക്ക് വരയ്ക്കുന്ന ലൈൻ, ആ ഒരു ഡിസ്റ്റൻസും ക്യാപിറ്റൽ ഡി തന്നെ ആയിരിക്കണം. അതേപോലെ ഈ ഒരു
ഡിസ്റ്റൻസ് എന്താണ്? നമ്മുടെ രണ്ട് ബോട്ടം കോർണറിൽ നിന്നും ടണലിന്റെ പീക്ക് അല്ലെങ്കിൽ അപ്പെക്സ് അല്ലെങ്കിൽ റൂഫ് എന്നൊക്കെ പറയും, ഏറ്റവും ഹൈറ്റ് കൂടിയ പോയിന്റ്, ഈ ഒരു പോർഷൻ, അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 1.25 d ആയിരിക്കണം. ഈ ഒരു ഡിസ്റ്റൻസും 1.25 d ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ആ സെക്ഷൻ ഡിസൈൻ ചെയ്യാറ്. ഇനി സൈസ് ഓഫ് ടണൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് മെയിൻലി ഡിറ്റർമൈൻഡ് ഫ്രം യൂട്ടിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ആസ്പെക്ട്. റോഡ് ടണൽ ആണെങ്കിൽ നമ്പർ ഓഫ് ലൈൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റോഡിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എത്ര ലൈൻസ് ഉണ്ട്. സിംഗിൾ ലൈൻ ആണെങ്കിൽ സൈസ് കുറവായിരിക്കും, ഡബിൾ ലൈൻ ആകുമ്പോൾ സൈസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും, മൾട്ടി ലൈൻ ആണെങ്കിൽ അത്രയും വലിയ ടണൽ നമുക്ക് വേണ്ടി വരും. റെയിൽവേ ടണൽ ആണെങ്കിൽ എന്ത് വെച്ചും അതേപോലെ ഗേജിനെയും നമ്പർ ഓഫ് ട്രാക്കിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സിംഗിൾ ലൈൻ ആണെങ്കിൽ ഒറ്റ ലൈനേ കാണത്തുള്ളൂ. സിംഗിൾ ലൈൻ ആണെങ്കിൽ ഒറ്റ ഒരു റെയിൽവേ ട്രാക്കേ കാണുള്ളൂ. അപ്പം അതിൻ്റെ ഗേജ് നോക്കുക. മീറ്റർ ഗേജ് ആണെങ്കിൽ 1 മീറ്ററേ ഉള്ളൂ, അപ്പം അതിനനുസരിച്ച് കൊടുക്കുക. റോഡ് ഗേജ് ആകുമ്പോൾ കുറച്ചുകൂടെ വീതി കൂടും, അതിനനുസരിച്ച് സൈസ് കൂട്ടുക. അങ്ങനെ. ദെൻ തിക്നെസ് ഓഫ് ലൈനിങ് എത്ര തിക്നെസ്സിൽ കൊടുക്കുന്നു. ലൈനിങ് മീൻസ് നമ്മൾ അതിൻ്റെ ടോപ്പിൽ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് ആണ് നമ്മൾ ലൈനിങ് എന്ന് വിളിക്കുന്നത്. ടോപ്പിലും സൈഡിലും ഒക്കെ നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ ലൈനിങ്ങിൻ്റെ തിക്നെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലൈനിങ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് സൈസ് കൂട്ടണം, കാരണം എന്നാലും നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ബാക്കി കിട്ടുള്ളൂ. അതിപ്പോൾ ഇങ്ങനെ ടണൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിലിപ്പം ഇത്രയും പോർഷൻ ചിലപ്പോൾ ലൈനിങ്ങിൽ പോകുമായിരിക്കും. ഇത്രയും പോർഷൻ ലൈനിങ്ങിൽ പോകും. അപ്പോൾ ഇത്രയും പോർഷനിൽ ലൈനിങ് ആണ് വരുന്നത്. ഈ ഒരു പോർഷനെല്ലാം ലൈനിങ് ആയിരിക്കും. അപ്പോൾ ലൈനിങ്ങും കൂടെ കുറച്ചിട്ട് ബാക്കി ഇത്രയും പോർഷൻ നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഡയമീറ്റർ മാത്രമേ നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ലൈനിങ്ങിൻ്റെ തിക്നെസ്സും കൂടെ നോക്കിയിട്ട് വേണം എപ്പോഴും ഡിസൈൻ ചെയ്യാനായിട്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ തിക്നെസ് ഓഫ് ലൈനിങ്. പ്രൊവിഷൻ ഫോർ ഡ്രൈനേജ് ഫെസിലിറ്റി, അപ്പുറം ഇപ്പുറം വെള്ളം ഒഴുകി പോകാനായിട്ട് പ്രോപ്പർ ഫെസിലിറ്റീസ് വേണം. അപ്പോൾ അതിനുള്ള വിഡ്ത്ത്, ആ ഒരു ഏരിയയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം വൈൽ ഡിസൈനിങ് ദ സൈസ് ഓഫ് ടണൽ. ക്ലിയർ ഓപ്പണിംഗ് റിക്കോർഡ് ഫോർ ട്രാഫിക് ലൈനിൻ്റെ വിഡ്ത്ത് ഓഫ് ലൈൻ നമുക്കിവിടെ 3.5 മീറ്റർ നമ്മൾ ജനറലി പറയാറ്. അപ്പോൾ അതുപോലെ എത്രയാണോ വേണ്ടത് അതും കൂടെ നോക്കണം. ആൻഡ് നേച്ചർ ഓഫ് ട്രാഫിക് ഫ്ലോ അതും കൂടെ കൺസിഡർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സൈസ് ഓഫ് ടണൽ ഡിസൈൻ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് പോയിന്റ്സ് ഉള്ളപ്പോൾ ഇതെല്ലാം നിങ്ങൾ എഴുതുമ്പോൾ എലാബറേറ്റ് ചെയ്ത് തന്നെ എഴുതണം. ഇതൊരു ക്രോസ് സെക്ഷൻ കാണിച്ചേക്കുവാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ടണലാണ് എങ്കിൽ ഇതായിരിക്കും അതിൻ്റെ വിഡ്ത്ത്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് വിഡ്ത്ത് ഓഫ് ടണൽ. ഇത് ഹൈറ്റ്, ഇഫക്റ്റീവ് എത്ര ഹൈറ്റ് കിട്ടുന്നുണ്ട്, അതാണ് ഹൈറ്റ് ഓഫ് ടണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലായിരിക്കും നമ്മുടെ റെയിൽവേ ട്രാക്ക് അല്ലെങ്കിൽ പെർമനന്റ് വേ വരുന്നത്. നമുക്കറിയാം ഇതാണ് നമ്മുടെ 2 റെയിൽ സെക്ഷൻ. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ വരുന്ന ലെവൽ നമ്മൾ വിളിക്കുന്ന പേരാണ് റെയിൽ ലെവൽ എന്ന്. റെയിലിൻ്റെ ടോപ്പിൽ വരുന്ന ആ ഒരു ലെവൽ അത് നമുക്ക് റെയിൽ ലെവൽ എന്ന് വിളിക്കാം. റെയിലിൻ്റെ അടിയിൽ എന്ത് കാണും? സ്ലീപ്പർ കാണും അല്ലേ? സ്ലീപ്പർ കാണും. ദെൻ ബല്ലാസ്റ്റ് പാക്കിംഗ് കാണും. സ്റ്റോൺസ് ബല്ലാസ്റ്റ് കാണും. ദെൻ പ്രോപ്പർ ഡ്രെയിനേജ് ഫോർ ദ വാട്ടർ ഒഴുകി പോകാനുള്ള പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം കാണും. ബല്ലാസ്റ്റ് വാൾ മീൻസ് ആ ബല്ലാസ്റ്റിനെ പ്രോപ്പറായിട്ട് അതിൽ പിടിച്ചു നിർത്താൻ വേണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് ബല്ലാസ്റ്റ് വാള്. വീക്ക് പോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ പ്രഷർ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ നിന്നൊക്കെ വെള്ളം ചിലപ്പം ഇങ്ങോട്ട് ഒലിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വെള്ളത്തിനെ പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകണം. അതിനുവേണ്ടി കൊടുക്കുന്ന ഹോൾസാണ് വീക്ക് ഹോൾസ്. ഇത്തരം കാര്യങ്ങളാണ് ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കേണ്ടത്. അതിൻ്റെ ഹൈറ്റ് കാണിക്കണം, വിഡ്ത്ത് കാണിക്കണം. റെയിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റെയിൽ ലെവല്, ടോപ്പ് ലെവൽ കാണിക്കണം, റെയിൽ സെക്ഷൻ കാണിക്കണം. then അതിൻ്റെ ഇടയിൽ സ്ലീപ്പർ കാണിക്കണം, പിന്നെ എന്താ ബല്ലാസ്റ്റ് പാക്കിംഗ് കാണും അത് കാണിക്കണം, ഡ്രെയിനേജ് കാണിക്കണം, വീപ്പ് ഹോൾസ് കാണിക്കണം. ഇത്രയും കാര്യങ്ങൾ വരച്ചാൽ മാത്രമേ ഒരു ഫുൾ റെയിൽ സെക്ഷൻ ആവത്തുള്ളൂ.